ഗ്രാമീണ കുടുംബങ്ങളുടെ ജീവനാഡിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് MGNREGA പകരം പുതിയ പദ്ധതി നിലവിൽ വരാൻ സാധ്യത. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രൂപം കൊടുക്കുന്നു. പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകുന്ന വൻ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ ചുമതലയിലിടുന്ന വ്യവസ്ഥകളാണ് ബില്ലിലുള്ളതെന്ന് ആരോപണമുണ്ട്. തൊഴിലാളി വേതനത്തിനുള്ള ഫണ്ടിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാനവും വഹിക്കണം എന്നതാണ് പുതിയ പരിഷ്കാരം. പദ്ധതിക്ക് പ്രതിവർഷം 1.5 ലക്ഷം കോടിയോളം ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ 55,000 കോടി രൂപയെങ്കിലും മുടക്കേണ്ടി വരുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പദ്ധതി നിർത്തിവെക്കാനുള്ള വ്യവസ്ഥയില്ല. എന്നാൽ പുതിയ ബില്ലിൽ ഏറ്റവും തിരക്കേറിയ കാർഷിക സീസണിൽ 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന അപകടകരമായ വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുള്ളതായി അറിയുന്നു. വിതയും കൊയ്ത്തും ഉൾപ്പെടെ ഏറ്റവും തിരക്കുള്ള സീസണിലെ 60 ദിവസങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാനങ്ങൾക്ക് മുൻകൂർ വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നാണ് ബില്ലിൽ പറയുന്നത്. പദ്ധതി നടത്തിപ്പിൽ ഗ്രാമസഭകളുടെയും പഞ്ചായത്തുകളുടെയും പങ്കാളിത്തം പരമാവധി ഒഴിവാക്കി മൊബൈൽ, ബയോമെട്രിക്സ്, ജിയോ ടാഗിംഗ്, നിർമ്മിത ബുദ്ധി ഓഡിറ്റിംഗ് തുടങ്ങിയ നവ സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചായിരിക്കും എന്നും അറിയുന്നു. ഓരോ സാമ്പത്തിക വർഷവും തൊഴിലുറപ്പ് പദ്ധതിക്ക് സംസ്ഥാനങ്ങൾക്ക് എത്ര തുക നൽകണമെന്ന് കേന്ദ്രം നിശ്ചയിക്കും. കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ചാണ് ഇത്. കേന്ദ്ര വിഹിതത്തിനപ്പുറമുള്ള അധിക ചെലവുകൾ സംസ്ഥാനം കണ്ടെത്തേണ്ടതാണ്. തൊഴിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊഴിലില്ലായ്മ അലവൻസ് നൽകേണ്ട ബാധ്യതയും സംസ്ഥാനത്തിനാണ്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ പദ്ധതി നടപ്പാക്കണമെന്ന ദുരൂഹ വ്യവസ്ഥയുമുണ്ട്. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മേഖലകളെന്ന നിർവചനത്തിൽ എല്ലാ ഗ്രാമങ്ങളും ഗ്രാമീണ ഭവനങ്ങളും ഉൾപ്പെടുമോ എന്നതിലും വ്യക്തതയില്ല. ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പദ്ധതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന ആശങ്കയുമുണ്ട്. ഏതെല്ലാം ജോലികൾ ഏറ്റെടുക്കണമെന്ന കാര്യത്തിലും കേന്ദ്രം ഇടപെടുന്നതാണ്. പദ്ധതിയുടെ സാമ്പത്തിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുകയും അതേസമയം അതിനെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുവാനുമാണ് കേന്ദ്ര നീക്കമെന്ന് ആരോപണമുണ്ട്. പുതിയ ബില്ലിൽ തൊഴിലുറപ്പ് ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന വ്യവസ്ഥകൾ ഉള്ളതായി അറിയുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, അതായത് MGNREGA റദ്ദാക്കി പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2025 നിലവിൽ വരുന്നു. പ്രതിരോധ ശേഷിയുള്ള ഗ്രാമീണ ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി ശാക്തീകരണം, സംയോജനം, പരിപൂർണത എന്നിവ പ്രോത്സാഹിപ്പിക്കുവാനാണ് ഈ ബിൽ ശ്രമമിടുന്നതെന്ന് അറിയുന്നു. ഉറപ്പായ പ്രവൃത്തി ദിനങ്ങളുടെ വർധനവ്. നിലവിലെ തൊഴിലുറപ്പ് നിയമപ്രകാരം, അതായത് MGNREGA പ്രകാരം ഫലത്തിൽ 100 ദിവസമായി നിജപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ ഉറപ്പ് പുതിയ ബിൽ പ്രകാരം ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 125 ദിവസത്തെ വേതന തൊഴിലായി വർദ്ധിപ്പിക്കുവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന വിഹിതം. നിലവിൽ അവിദഗ്ധ തൊഴിലാളികളുടെ വേതനം പൂർണ്ണമായും കേന്ദ്രം വഹിക്കുന്നതിൽ നിന്ന് മാറി VPGRAMG ബിൽ പ്രകാരം വേതന പേയ്മെന്റുകൾക്കായി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഫണ്ട് പങ്കാളിത്തം കൊണ്ടുവരുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക്, ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക്, അതായത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ഇത് 90:10 എന്ന അനുപാതത്തിലും
മറ്റ് സംസ്ഥാനങ്ങളിലും നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 60:40 എന്ന് അനുപാതത്തിലുമായിരിക്കും. ലേബർ ബഡ്ജറ്റിന് പകരം നോർമേറ്റീവ് അലോക്കേഷൻ, നിലവിലെ ഡിമാൻഡ് അടിസ്ഥാനമാക്കിയുള്ള ലേബർ ബഡ്ജറ്റിന് പകരം കേന്ദ്രം വസ്തുതാനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ നോർമേറ്റീവ് അലോക്കേഷൻ, അതായത് ചെലവ് വിഹിതം തീരുമാനിക്കുന്നതാണ്. ഈ വിഹിതത്തിന് അപ്പുറമുള്ള അധിക ചെലവുകൾ സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കേണ്ടതാണ്. 60 ദിവസത്തെ കൃഷി ഇടവേള ആദ്യമായി പ്രധാന കാർഷിക സീസണുകളിൽ, അതായത് വിത്ത് വിതയ്ക്കലും വിളവെടുപ്പും, കാർഷിക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി 60 ദിവസം തൊഴിൽ ഉറപ്പ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നതായി അറിയുന്നു. കാർഷിക കാലാവസ്ഥാ മേഖലകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ഈ 60 ദിവസത്തെ കാലയളവ് മുൻകൂട്ടി അറിയിക്കാൻ സാധിക്കുമെന്നും അറിയുന്നു. 2005 അന്നത്തെ സർക്കാർ ആരംഭിച്ച MGNREGA പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾക്ക് 100 ദിവസത്തിലെ തൊഴിൽ ഉറപ്പ് നൽകിയിരുന്നു. പുതിയ ബില്ല് 100 ദിവസത്തെ തൊഴിൽ എന്നത് 125 ദിവസമായി ഉയർത്തുവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ജോലി പൂർത്തിയായതിനു ശേഷം 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്നും ബില്ലിൽ നിർദ്ദേശമുണ്ട്. സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചായിരിക്കും പദ്ധതി പ്രകാരം ജോലി നിശ്ചയിക്കുകയെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉദ്ധരിച്ച് അറിയുന്നു. സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക്സ്, ജിയോ ടാഗിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നതാണ്. വിവിധ തലത്തിൽ പരാതി പരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. MGNREGA ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. ഇതിൽ നൈപുണ്യമില്ലാത്ത തൊഴിലാളികളുടെ വേതനത്തിൻ്റെ 100% കേന്ദ്രമാണ് വഹിച്ചിരുന്നത്. നൈപുണ്യമുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിനും സാധനങ്ങൾ ക്രമീകരിക്കുന്നതിനും വരുന്ന ചെലവിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾ വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ ബിൽ പ്രകാരം വേതനത്തിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കേണ്ടതാണ്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്രം തന്നെ വഹിക്കുന്നതാണ്. വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് 10% നൽകിയാൽ മതിയാകുന്നതാണ്. ബാക്കി 90% കേന്ദ്രം വഹിക്കുന്നതുമാണ്. VBG-RAMG എന്ന പുതിയ പദ്ധതിയിൽ കേന്ദ്ര വിഹിതം 90%-ൽ നിന്ന് 60%-ആക്കി ചുരുക്കുകയും സംസ്ഥാന വിഹിതം 10%-ൽ നിന്ന് 40%-ആക്കി ഉയർത്തുന്നതുമാണ് ഭേദഗതി. അതേസമയം തൊഴിൽ ദിനം 100-ൽ നിന്ന് 125 ആക്കുകയും കൂലി ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകാനായില്ലെങ്കിൽ സംസ്ഥാനം തൊഴിലില്ലായ്മ വേതനം നൽകണമെന്നുമാണ് നിർദ്ദേശം. സംസ്ഥാനങ്ങൾ നൽകേണ്ട തുകയുടെ പരിധി കേന്ദ്രം തീരുമാനിക്കുന്നത് ഉൾപ്പെടെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രം ജോലി നൽകുന്നതാണ് പുതിയ ബിൽ. 20 വർഷമായി സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതായിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസം തൊഴിൽ രാജ്യത്തെ പാവങ്ങളുടെ പട്ടിണി അകറ്റിയിരുന്നു. പുതിയ ബില്ലിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ, ഗ്രാമസഭകൾ ഉൾപ്പെടെയുള്ളവരുടെ അധികാരങ്ങൾ കുറയുകയും പുതിയ ബില്ലിലൂടെ കൂടുതൽ നിയന്ത്രണം കേന്ദ്രത്തിന് ലഭിക്കുകയുമാണ്. പദ്ധതിയുടെ നിയന്ത്രണം കേന്ദ്രം ഏറ്റെടുക്കുന്നതിനാണ് നീക്കം. പുതിയ ബില്ലിലൂടെ 60% ഫണ്ട് മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. ഇത് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് പണം നൽകുന്ന വ്യവസ്ഥയാണെന്നും ആരോപണമുണ്ട്. 5 വർഷത്തിനിടെ
തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകിയ അന്തിമ തുകയിൽ 25,000 കോടി രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ട്. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതിനൊപ്പം സംസ്ഥാനങ്ങൾക്കുള്ള കുടിശ്ശികയും കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനങ്ങൾക്ക് 9,200 കോടിയിലധികം കുടിശ്ശിക നൽകാനുമുണ്ട്.